ഇലക്ഷൻ കഴിഞ്ഞു, വോട്ട് എണ്ണലും കഴിഞ്ഞു. ഇനി ജനങ്ങൾക്ക് ഓഫർ കൊടുത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് ജയിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അവരവർക്ക് എന്ത് ഗുണം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് പെൻഷൻ 3000 ആക്കും. വാർദ്ധക്യകാലത്തിലായ ജനങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് 1000 രൂപ ഒരു ചെറിയ ഗുണം തന്നെയാണ്. മരുന്ന് വാങ്ങിക്കാൻ കഷ്ടിച്ച് തികയുന്നേ ഉള്ളൂ. കണ്ണിന് അസുഖമുള്ളവർക്ക് മാസം മരുന്ന് വാങ്ങിക്കാൻ 1500 രൂപയാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി ചെയ്യുക. ഇറങ്ങിപ്പോകാനതിന് 1 മാസം മുമ്പ് കൊടുക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ വാക്ക് പറഞ്ഞത് 1 മാസത്തിനകത്ത് കൊടുക്കുമെന്നാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ വായിച്ചില്ല. അറിവ് ശരിയാണെങ്കിൽ 1 മാസത്തിനകത്ത് നിങ്ങൾ 3000 രൂപ പെൻഷൻ കൊടുക്കുക. കൂടാതെ നിങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് ബസ് യാത്ര, ഇതിനിടയ്ക്ക് വക്രബുദ്ധി ഉപയോഗിച്ച് സ്ത്രീകളുടെ യാത്ര 1 കിലോമീറ്റർ എന്നാക്കരുത്. അതുപോലെ പെൻഷൻ വേണമെങ്കിൽ രണ്ട് നില വീട്, 1 നില വീട്, ഓടിട്ട വീട്, ഇതൊന്നും പാടില്ല എന്നുള്ള നിയമമൊന്നും വരരുത്. അവർ ചെറുപ്പമായിരിക്കുമ്പോൾ അധ്വാനിച്ചൊരു വീട് സമ്പാദിച്ചിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് കാറുണ്ടെങ്കിലും വീടുണ്ടെങ്കിലും 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരുടേതല്ല അത്. ഒരു മക്കൾക്ക് കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവിടെ പിടിച്ച് തൂങ്ങി അവിടെ വേല കാണിക്കരുത്. പെൻഷൻ 3000 രൂപ 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കുക. ഗവൺമെൻറ് ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് നിങ്ങൾ കൊടുക്കണ്ട. ഇൻകം ടാക്സ് കൊടുക്കുന്നവർക്കും കൊടുക്കണ്ട. മറ്റെല്ലാവരും യോഗ്യരാണ്. ഇനി കൃഷിഭൂമി, തോട്ടങ്ങളോ എസ്റ്റേറ്റുകളോ അതൊക്കെ നിയമം വെച്ചോളൂ, കുഴപ്പമില്ല. അത് 60 വയസ്സ് കഴിഞ്ഞ ആണ്ട് അതല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. നിങ്ങൾ പറഞ്ഞ എല്ലാ ഓഫറുകളും നിങ്ങൾ കൃത്യമായി ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ ഇറങ്ങിപ്പോയവർ 2500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞാണ് കയറിപ്പറ്റിയത്. 4 വർഷം കഴിഞ്ഞപ്പോൾ വല്ല വിധേന 2000 കൊണ്ട് പറ്റിച്ചു. 2500 രൂപ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാത്തിനും കാശുണ്ടായിരുന്നു. 2500 അവർ കൊടുക്കാൻ ലാസ്റ്റ് മന്തിൽ പോലും കൊണ്ടാക്കിയില്ല. അവർ 2000 കൊണ്ട് ഇറക്കിയിട്ട് അവർ പോയി. അവർ 2500 ഓഫർ ചെയ്തപ്പോൾ എല്ലാ ജനങ്ങളും വിചാരിച്ചത് കയറി 1 മാസത്തിനകത്തോ 2 മാസത്തിനകത്തോ കൊടുക്കും. 4 വർഷം കഴിഞ്ഞ ശേഷമാണ് അവരത് 2000 ആക്കിയത്. ഇങ്ങനെയുള്ള വക്രബുദ്ധികളൊന്നും ഉപയോഗിക്കാൻ നിൽക്കാതെ, ഗവൺമെൻറ് ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്യാതെ നിങ്ങൾ നേരെ ഭരിച്ചാൽ നിങ്ങൾക്ക് ഭരിക്കാം. ഇല്ല, ഉള്ള പണങ്ങൾ മതത്തിനും ദൈവങ്ങൾക്കും നീക്കം ചെയ്യാനാണെങ്കിൽ അതും ശരിയായിരിക്കില്ല. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രാവൻകൂർ കൊച്ചിൻ ലിറ്ററസി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955, അത് ആ കാലഘട്ടത്തിൽ ദാരിദ്ര്യം നിന്ന കാലഘട്ടത്തിൽ ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും വഴി ജനങ്ങളിലേക്ക് ക്ഷേമം എത്തിക്കാൻ വേണ്ടി രൂപീകരിച്ചതാണ്. പക്ഷെ ഇന്ന് കാലഘട്ടം മാറി. അപ്പോൾ അതിൽ അഴിമതി നടക്കുന്നുണ്ട്. ചാരിറ്റബിൾ സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്തിട്ട് സ്വന്തമായി നടത്തുന്നു, സ്വന്തം കുടുംബത്തിലേക്കാക്കി മാറ്റുന്നു. അതിന് ഗവൺമെൻറ് പോം വഴി കണ്ടുപിടിക്കുക. രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്താൽ ആദ്യ വർഷം മുതൽ എല്ലാ വർഷവും പുതുക്കണം. ആ പുതുക്കുന്ന സമയത്തോ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാഫ് അതിൽ ഉൾപ്പെടണം. ഗവൺമെൻറ് ഒരിക്കലും അഴിമതിക്ക് കൂട്ടിവയ്ക്കരുത്. എവിടെയാണ്, ഏത് ആക്റ്റിലാണ് അഴിമതി നടക്കുന്നത് സാധ്യതയുണ്ടോ,
അതിനൊരു പോം വഴി കണ്ടുപിടിക്കുക. ഇവിടെ ട്രാവൻകൂർ ലിറ്ററസി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 7 മെമ്പേഴ്സ് വേണം കുറഞ്ഞത് രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ അതിൽ ഒരു മെമ്പർ ഗവൺമെൻറ് ആളാകണം. ഇനി അതിലൊരു മാറ്റം വരുത്താവുന്നതാണ്. അല്ല എങ്കിൽ അന്ന് മുതൽ അതുണ്ടായിടം മുതൽ രജിസ്റ്റർ ചെയ്തവർ പലരും നൂറുകണക്കിന് ഏക്കർ ഭൂമികളും സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും എല്ലാം ഹോസ്പിറ്റലുകൾ എല്ലാം സ്ഥാപിച്ച് അവർ ചാരിറ്റബിൾ സൊസൈറ്റിയെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അവർക്കും ബാധകമാകത്തക്ക രീതിയിൽ ഒരു വാർഡ് മെമ്പർ, പഞ്ചായത്ത് സെക്രട്ടറി, അല്ലെങ്കിൽ അധികം ജോലി ചെയ്യാത്ത കൃഷിഭവൻ വകുപ്പിലൊക്കെ അനേകം ആൾക്കാർ ഇരിപ്പുണ്ട്. അവരിൽ ആരെങ്കിലും ഈ കമ്മിറ്റിയിൽ ഒരാളെങ്കിലും ഗവൺമെൻറ്റായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടണം. അപ്പോൾ കുറേ അഴിമതി നിയന്ത്രിക്കാൻ കഴിയും. ഇതൊക്കെ മിനിസ്ട്രിയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ അംഗങ്ങളും ശമ്പളം മാത്രം വാങ്ങിച്ചാൽ പോരാ. രാജ്യത്ത് നടക്കുന്ന അഴിമതികളെക്കുറിച്ച് ചിന്തിക്കണം. എവിടെയാണ് അഴിമതി തടയാനുള്ള വകുപ്പുണ്ടാക്കാൻ ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി ഉപയോഗിച്ചെല്ലാം നിയന്ത്രിക്കുക. മതങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുക, ദൈവങ്ങൾക്ക് സ്ഥാനം കൊടുക്കുക. ഗവൺമെൻറ് വേറെ, മതം വേറെ, രണ്ടും രണ്ടാണ്. ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഏതൊരു കാരണവശാലും മതങ്ങൾക്ക് ഉപയോഗിക്കരുത്, മതപ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കരുത്. ഇറങ്ങിപ്പോയവരുടെ ദുഃഖം നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ. ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നൊരു വീഡിയോയിൽ കൂടുതലായിട്ട് വരാം. ബൈ.